പൈക ലയൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ സേവന സമയം വിപുലീകരിക്കുന്നു. നിലവിൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരുന്ന OP സേവനം രോഗികളുടെ വർദ്ധിച്ച തിരക്കും പൊതുജനങ്ങളുടെ ആവശ്യവും പരിഗണിച്ച് മാർച്ച് 1 മുതൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 4:30 വരെയായിരിക്കും. തിമിര ശസ്ത്രക്രിയ, റെറ്റിന പരിശോധന, പ്രമേഹ നേത്രപരിചരണം, ഗ്ലൂക്കോമ ചികിത്സ, നേത്രപരിചരണം, കമ്പ്യൂട്ടറൈസ്ഡ് നേത്രപരിശോധന തുടങ്ങിയ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സംഘടനയാണ് ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ. ഈ സംഘടനയുടെ മോട്ടോ വി സെർവ് എന്നുള്ളത്. ഇതിൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് മാത്യു, അദ്ദേഹം ഡിസ്ട്രിക്ട് ഗവർണർ ആയിരിക്കുന്ന കാലത്ത് തുടങ്ങിയ പ്രസ്ഥാനമാണ് ലയൺസ് ഐ ഹോസ്പിറ്റൽ പൈക. ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാർക്ക് കുറഞ്ഞ ചിലവിൽ നേത്ര ചികിത്സ ലഭിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 450ഓളം ട്രസ്റ്റ് മെമ്പേഴ്സും ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ സഹായവും സഹകരണവും കൊണ്ടാണ് ഈ ആശുപത്രി ഇന്ന് ഈ നിലയ്ക്ക് എത്തിയിരിക്കുന്നത്. 5 ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നു. 20ഓളം സ്റ്റാഫും വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ നോട്ടത്തിലും നാട്ടുകാരുടെ കാഴ്ചപ്പാടിലും ഭംഗിയായിട്ട് നടക്കുന്നു. ഇതുവരെ ഉച്ചവരെ ഉണ്ടായിരുന്ന സേവനം ഞങ്ങൾ അടുത്ത തിങ്കളാഴ്ച മുതൽ, അതായത് മാർച്ച് 2-ാം തീയതി മുതൽ 8:30 മുതൽ 4-4:30 വരെ അത് ആക്കുകയാണ്. 2007 ലയൺസ് ഡിസ്ട്രിക്ട് 318B മുൻ ഗവർണർ ഡോക്ടർ ജോർജ് മാത്യുവിൻ്റെ ദീർഘവീക്ഷണത്തിലാണ് കുറഞ്ഞ ചെലവിൽ മികച്ച നേത്ര ചികിത്സ എന്ന ലക്ഷ്യത്തോടെ പൈക ലയൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചത്. ആശുപത്രിയുടെ വികസനത്തിൻ്റെ ഭാഗമായി അത്യാധുനിക രീതിയിലുള്ള ലാബറട്ടറി സൗകര്യവും ഇപ്പോൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മാനേജിംഗ് ട്രസ്റ്റി CB മാത്യു, ഓണററി മാനേജർ എബ്രഹാം പാലക്കുടിയിൽ, സെക്രട്ടറി ജോർജ് കുട്ടി എബ്രഹാം, ട്രഷറർ VJ ജോസഫ് വാഴയിൽ എന്നിവരടങ്ങുന്ന ഭരണസമിതിയുടെ കീഴിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഓണററി മാനേജർ എബ്രഹാം പാലക്കുടിയിൽ, സെക്രട്ടറി ജോർജ് കുട്ടി എബ്രഹാം എന്നിവർ പങ്കെടുത്തു.